ഒരുപാട് നാളിന് ശേഷമുള്ളൊരു കുക്കിംഗ് പരിപാടിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മീരയുടെയും ജസ്റ്റിയുടെയും വീട്ടിലാണ്. അപ്പോൾ അയൽ ചേട്ടൻ കാര്യമായിട്ട് ഇന്ന് എന്തൊക്കെയോ ഡിഷസ് കുക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ബലൂൺ പരിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുക്കിംഗ് മാത്രമല്ല, ഇന്ന് ചെറിയൊരു രീതിയിലുള്ളൊരു സെലിബ്രേഷനും കൂടെ ഉണ്ട്. കുറേ നാളെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗെദർ നടത്തിയിട്ട് വളരെ കഷ്ടപ്പെട്ട് കുപ്പിയിൽ എണ്ണ നനയ്ക്കുന്ന വയലിനിസ്റ്റ് ബാലഗോപാൽ വയലിൻ വായിക്കുന്നതിനെക്കാട്ടി കഷ്ടപ്പെടുകയാണ് അതിൽ എണ്ണ നിറയ്ക്കാൻ. വളരെ സീരിയസ് ആയിട്ട് മല്ലിയില അരിയുന്ന പീസ് മേക്കർ, എന്തിനെന്നറിയാതെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന അപ്പൂസ്. ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ബിരിയാണി, ചിക്കൻ, അങ്ങനെ ബീഫ് സ്റ്റേക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഒരു ധാരണ കിട്ടിക്കാണുമല്ലോ. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ മോഡാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. വേറെ ആർക്കുമല്ല, നമ്മുടെ കൃഷ്ണയുടെ വൈഫ് ശ്രുതിക്ക്. ശ്രുതി നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഗാങ്ങിൽ വന്നിട്ടുള്ള ശ്രുതിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് അത്യാവശ്യം ഗ്രാൻഡ് ആക്കാൻ, നമ്മളെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഒരു സ്പേസിൽ കൂടുന്നതാണ് നമ്മുടെ ഗ്രാൻഡ് പരിപാടി. അപ്പോൾ ശ്രുതിയുടെ ബർത്ത്ഡേ നമ്മളെല്ലാവരും കൂടെ അന്ന് അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തു. ശ്രുതിക്കും ഇഷ്ടമായെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് ഫുഡിൻ്റെതൊന്നും ഒരുപാട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം അങ്ങ് ടയേർഡായിപ്പോയി. ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ പിരിയുന്നതിന് മുമ്പുള്ള. സോ ബൈ ബൈ.